കോഴിക്കോട്ടേക്ക് പോകാം. കക്കടാംപൊയിലെ റിസോർട്ട് നിർമ്മാണത്തിലെ പരാതിയിൽ കളക്ടറുടെ തെളിവെടുപ്പെന്ന് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് PV അൻവറിനെതിരായ നടപടി. റിസോർട്ട് മാനേജർ, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് ഹാജരാകാൻ നിർദ്ദേശം. റിയാസ് KMR വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, കക്കടാംപൊയിൽ ഇന്ന് തെളിവെടുപ്പ് നടക്കും. എന്താണ് വിശദാംശങ്ങൾ? കക്കാടംപൊയിലിൽ PV അൻവറിന്റെ റിസോർട്ട്, ഒപ്പം തന്നെ PVR നാച്ചുറൽ പാർക്ക്, ഇത് സംബന്ധിച്ച വിഷയത്തിലാണ് ഇന്ന് ജില്ലാ കളക്ടറുടെ തെളിവെടുപ്പ് നടക്കുന്നത്. കളക്ടറേറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. ഇതിൽ പരാതിക്കാരനായ ഗ്രീൻ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി TV രാജൻ, ഒപ്പം തന്നെ കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, താമരശ്ശേരി തഹസിൽദാർ, കൂടരഞ്ഞി വില്ലേജ് ഓഫീസർ, ഒപ്പം തന്നെ ഈ PVR നാച്ചുറൽ റിസോർട്ട് മാനേജർ എന്നിവരോടാണ് ഹാജരാകുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇന്ന് PV അൻവർ ഹാജരാകേണ്ടതില്ല. ഇതിലേക്ക് നയിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ജനുവരി 31-ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു ഡിവിഷൻ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഒരു ഉത്തരവിട്ടിരുന്നു. അതായത് ഒരു കാട്ടരുവിയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മിച്ച ഈ പാർക്കിൽ നിർമ്മിച്ച 4 തടയണകൾ അത് പൊളിച്ചു നീക്കണം എന്നുള്ളതായിരുന്നു അതിനകത്ത് പ്രധാനമായും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. 4 മാസത്തിനകം ഇത് പൊളിച്ചു നീക്കണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. അങ്ങനെ ആ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ തടയണകൾ പൊളിച്ചു നീക്കുന്നതിന്റെ മറവിലാണ് ഇവിടെ ആ കാട്ടരുവി തന്നെ ഇല്ലാതായി. അത് പൂർണ്ണമായും മണ്ണിട്ട് മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പരാതിക്കാരൻ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. അത് പരിശോധിച്ച കോടതി ഈ മെയ് 18-നാണ് ഇത് സംബന്ധിച്ച മാർച്ച് 18-നാണ് ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഇട്ടത്. കാരണം പരാതിക്കാരനെയും ഇരുവിഭാഗത്തെയും വിളിച്ച് അവരുടെ വാദങ്ങൾ കേട്ട ശേഷം ഇതിലൊരു കൃത്യമായ പരിഹാര മാർഗം ഉണ്ടാക്കണം എന്നുള്ളതാണ് ജില്ലാ കളക്ടറോട് ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുന്നത്. ശരി.